ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായി കേരളം കരുതിയിരുന്ന അന്വേഷണ സംഘം കരുതിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടിയിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തു. ഇനി ആരാണ് ആ പ്രമുഖ നേതാവ്? ഇതെല്ലാം വളരെ വളരെ സാവകാശത്തിലാണ് നടക്കുന്നത്. സാവകാശത്തിൽ നടന്നാലും അതിൻ്റെ അവസാനത്തെ കണ്ണിയിലേക്ക് പോയാൽ മതിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആദ്യത്തെ കണ്ണി മാത്രമാണ്. ഇനി ഒരുപാട് കിടക്കുന്ന ഈ കണ്ണിയിലെ ആൾക്കാർ, വലിയ കണ്ണികളുണ്ട്. കണ്ണികൾ പൊട്ടിച്ച് പുറത്തു കിടക്കാൻ സാമർഥ്യമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള, ക്ലൗട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താവും? ഇപ്പോൾ 2 ആഴ്ചത്തോളം ഇദ്ദേഹത്തിന് തയ്യാറെടുക്കാനുള്ള സമയം കിട്ടി. എന്നിട്ട് തന്നെ ആദ്യം കസ്റ്റഡിയിലാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി 12:30, അതായത് ഇന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. സമയം വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മളറിയാതെ പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാതെ കൽപേഷിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. കൽപേഷ് എന്ന് പറയുന്ന അടുത്ത കണ്ണി. കൽപേഷിനാണ് സ്വർണം വിറ്റിരിക്കുന്നത്. കൽപേഷിനാണ് സ്വർണം വിറ്റിരിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഇതൊക്കെ വിറ്റ് കഴിയുമ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ യാതൊരു വിധമായിട്ടുള്ള ആദായവും ഇല്ല എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിറ്റ തുക, ഇതിൻ്റെ പ്രതിഫലമൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് അടുത്ത കണ്ണിയിലേക്ക് പോകേണ്ടി വരും. അടുത്ത കണ്ണി എന്ന് പറയുന്നത് വാസുവാണെന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ബബ്ബബ്ബയാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല ബബ്ബബ്ബ. ഞാൻ എല്ലാം ഉറച്ച സ്വരത്തിൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ദാർഢ്യമുള്ള ഒരാൾ ഞാൻ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ കുമ്പസാരം പറയുന്ന പോലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ലാംഗ്വേജിന്, ബോഡി ലാംഗ്വേജ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ആദ്യം. ആ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഇപ്പോൾ കാര്യമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കണ്ണി തന്നെയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. ഇനി അടുത്ത കണ്ണി എന്ന് പറയുന്നത് സ്പഷ്ടമായിട്ട് പറയാം, തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും. ഇനി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ആരിലേക്കാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇതിനകത്ത് വലിയ ചങ്ങല കണ്ണികളുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ണികളുണ്ട്. ആ കണ്ണികളിലേക്ക് കടക്കുക തന്നെ ദുഷ്കരവും ദുസ്സാധ്യവുമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതൊരു ADGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. ഈ ADGP എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ഈ ADGPയെ ടാർഗറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയും. നമ്മളത് കണ്ടിട്ടുള്ളതാണ്, മുഖ്യമന്ത്രി അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ പാവപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ എത്ര പോലീസ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നു, എത്ര കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം ക്യാറ്റിൽ പോയിട്ടാണ് അദ്ദേഹത്തിന് നീതി കിട്ടിയത്. ക്യാറ്റ് പറഞ്ഞിട്ടും, അതായത് കോടതി പറഞ്ഞിട്ടും, ക്യാറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അവിടെ പോയിട്ട് നീതി കിട്ടിയിട്ടും ആ നീതി കൊടുക്കാൻ വളരെ താമസിച്ചു. ദൈവം കനിഞ്ഞിട്ടും പൂജാരി കനിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ ഇട്ട് ടോർച്ചർ ചെയ്തു. ടോർച്ചർ തന്നെയായിരുന്നു അത്. ഒരു IAS ഉദ്യോഗസ്ഥനെ ടോർച്ചർ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ADGP എന്ന് പറയുന്നത് ഒരു ചെറിയ മീനാണ്, ഒരു നത്തോലിയാണ് പോലീസിൻ്റെ ശൃംഖലയിൽ. അദ്ദേഹത്തെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കുക. ആ പ്രാണഭയം ഈ ADGPക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ പിടിക്കാൻ ഏതാണ്ട് 2 ആഴ്ചയോളം ഇങ്ങനെ ആലോചിച്ച് ജനങ്ങൾ മറന്നു പോകണമെങ്കിൽ പ്രോക്കാസ്റ്റിനേഷൻ. അതല്ല, ഈ 2 ആഴ്ച കൊണ്ടൊരു വക്കീലിനെ സംബന്ധിച്ച് കേസ് ശരിക്ക് പഠിക്കാൻ അവസരം കൊടുത്തു ആ വക്കീലിന്. വക്കീൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വാറന്റ് കൊടുത്തില്ല. ഇയാൾ ആരാ? എനിക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രിയോ രാഷ്ട്രീയക്കാരനോ എന്തോ തെമ്മാടിത്തരം കാണിച്ചിട്ട് ശബരിമലയിൽ അവന് വാറന്റ്. എന്ത് ഭക്തരോടുള്ള ധിക്കാരമാണ് ആ വക്കീൽ കാണിച്ചിരിക്കുന്നത്. എന്തു കളവ് എഴുതി കൊടുക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതുപോലെ അധപ്പതിച്ചിരിക്കുകയാണ് ചില വക്കീലന്മാർ. ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന, ജനാധിപത്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് നോട്ടീസ് കൊടുത്തതിന് ക്ഷണിച്ചു കൊണ്ടുപോകാൻ വന്ന് സാറേ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയൊക്കെ ചെന്നിട്ട് പ്രധാനമന്ത്രിയൊക്കെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന പോലെ ക്ഷണിക്കണമെന്നാണോ ഈ തെമ്മാടിയെ, ക്രിമിനലിനെ, ഈ സ്കൗണ്ടറലിനെ? ആരുടെ സ്വർണ്ണമാണ് മോഷിച്ചുകൊണ്ട് പോയി? ഇത് ശ്രീജിത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു വിഗ്രഹം കൊണ്ടുപോയി. അന്നാണ് SP പിള്ളയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത്. SP പിള്ള അവിടെ പോയി നിരാഹാരം ഇരുന്നു, ആ വിഗ്രഹം കിട്ടുന്നവരെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മന്ത്രി ഇവിടെ പറഞ്ഞു, ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ വിഗ്രഹം തിരിച്ചു വരുന്നു, എന്തിനാ പോലീസ് ഈ നയനാരാണെന്ന് തോന്നുന്നു ആ സമയം. അങ്ങനെ പറഞ്ഞ് കളിയാക്കി. അത് പിന്നെ തമാശ. അദ്ദേഹം എന്തും തമാശ ആയിട്ട് പറയുന്ന ആൾ. അത് ആളുകൾക്ക് അത് മനസ്സ് ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള കുത്താണ് നമുക്ക് ദണ്ണം ഉണ്ടാകുന്നത്.
എന്ന് പറഞ്ഞ് അന്ന് സ്റ്റീഫൻ എന്ന് പറയുന്ന ആളായിരുന്നു മോഷ്ടാവ്. ആ സ്റ്റീഫനേക്കാൾ വലിയ കള്ളനും ദുഷ്ടനുമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യം തൊട്ടേ ഞാൻ എൻ്റെ വാദം അതാണ്. കാരണം ഒരു വിശ്വാസമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തരെ വഞ്ചിക്കുകയായിരുന്നു അയാൾ. വിശ്വാസവഞ്ചന, ദൈവത്തിനോടുള്ള നിന്ദ, ഹിന്ദു നിന്ദയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. ഹിന്ദു നിന്ദ അത് ക്ഷന്തവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരിക്കലും പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഇന്ത്യൻ 100 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ ഭൂരിപക്ഷം വരുന്ന ഒരു മതത്തെ അപമാനിക്കുന്ന വൃത്തികേടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനാണ് ഇയാൾക്ക് നോട്ടീസ് കൊടുത്ത് വിളിച്ച് ആനയിച്ചിട്ട് കൊണ്ടുപോകണം. എന്നെ ഇയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടതായിരുന്നു. അവിടിട്ട് മുറ ഉപയോഗിച്ചു തന്നെ ഇയാളോട് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സത്യം വേഗത്തിൽ പുറത്തു വന്നേനെ. ഒരു ചൊല്ലുണ്ട് ശ്രീജിത്ത്, അതായത് കള്ളം ലോകം 3 തവണ ചുറ്റി വരുമ്പോഴായിരിക്കും സത്യം ചെരിപ്പിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുക. അല്ലെ സാറേ, ഇനി സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഇരയെ പിടികൂടിയിട്ടുണ്ട്, ആദ്യത്തെ പ്രതിയെ പിടികൂടി. ഇനി ഇദ്ദേഹത്തിന് പിന്നിൽ പ്രമുഖർ കാണുമല്ലോ, അവരെ എങ്ങനെ പിടികൂടാനുള്ള സാധ്യത ഉണ്ടോ, അതോ അട്ടിമറിക്കപ്പെടുമോ? ഈ SITയുടെ പോക്കെന്ന് പറയുന്നത് ശരിയാണ്, ഹൈക്കോടതി നിയമിച്ചതാണെങ്കിലും നാണിച്ചും ഖേദിച്ചും ചിന്തിച്ചും ഇങ്ങനെ ചെയ്താൽ പോകുന്നത്. ഇങ്ങനെയുള്ള കേസിൽ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഇറ്റ്സ് എ വെരി വെരി സെൻസിറ്റീവ് കേസ്. ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ അന്വേഷിക്കണം, ബാംഗ്ലൂരിൽ അന്വേഷിക്കണം, ഹൈദരാബാദിൽ അന്വേഷിക്കണം. കാരണം ഈ സ്വർണം കൊണ്ടുപോയി പലയിടങ്ങളിൽ നിന്നാണല്ലോ ചെമ്പാക്കി മാറ്റുന്നത്. പക്ഷെ സ്പഷ്ടമാണ് ഇതിൻ്റെ തെളിവുകൾ. സ്മാർട്ട് ക്രിയേഷൻസ് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്ന് തെളിയിക്കുന്ന റെക്കോർഡുകൾ. ഹൈദരാബാദിലെ നാഗേഷ് എന്ന് പറയുന്ന ആളുണ്ട്. കൽപേഷ് കൊടുത്തിട്ടുണ്ട്, സ്വർണം അയാൾക്കാണ് കൊടുത്തതെന്നുള്ള രേഖകൾ. ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയുണ്ട് ഇന്ത്യൻ ക്രിമിനൽ ലോ അനുസരിച്ച്. ആ ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ. ഇയാളെ ഈ AC റൂമിലൊക്കെ കൊണ്ടിട്ട് ചോദ്യം ചെയ്തിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ അനാവശ്യമായിട്ട് വിളിച്ച് ചോദ്യം ചെയ്ത് കുറ്റവാളിയുടെ സ്ഥാനം സിംഹാസനത്തിനല്ല, ശ്രീകോവിലുമല്ല, ജയിലിലാണ്. അറസ്റ്റ് ചെയ്യാൻ തന്നെ എത്ര വൈകി? ചോദ്യം ചെയ്ത് പ്രാഥമികമായ നിഗമനങ്ങളുണ്ട്, അത് വെച്ച് അറസ്റ്റ് ചെയ്യും. ഓരോരുത്തരുടെ ശൈലി ഓരോ രീതിയിലായിരിക്കും. അവസാനം കുറ്റവാളിയിൽ എത്തുമോ എന്നുള്ള ഇപ്പോൾ പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീരുമാനമെടുക്കുന്നതിലുള്ള കാലതാമസം. ഹാംലെറ്റ് രാജകുമാരൻ്റെ അന്ത്യത്തിൽ അവസാനിച്ച ആ തെറ്റാണിപ്പോൾ ഇവിടെ SIT ആവർത്തിക്കുന്ന. നമ്മൾ പോലീസല്ല, നമ്മളെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന തീർച്ചയായിട്ടും അവർക്കാണ്. നമ്മൾ കേവലം സാധാരണക്കാർ മാത്രമാണ് എന്ന് തോന്നുന്നു. കാരണം പല കേസുകളിലും ഇതിലും 10 മടങ്ങ് വേഗത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന കേസുകളിൽ മാത്രമാണ് ഇങ്ങനെ സാവകാശം പോയിട്ടുള്ളത്. ലാവ്ലിൻ കേസായാലും ഇതിലങ്ങനെ വലിയ പങ്കില്ലല്ലോ. ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ നമ്മളാരും പറയാൻ. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുക? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം ഉണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വർണ്ണം ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു അല്ലേ? പണ്ട് സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ ഒരു സ്വർണ്ണക്കടത്ത്, ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണക്കടത്ത്. ആ സ്വർണം എന്ന് പറയുന്ന ഒരു ഭ്രമം അവർക്കാണ്. എങ്ങനെയാണോ ഈ സ്വർണത്തിൻ്റെ വില പവന് 1 ലക്ഷം ആയതെന്നും എനിക്കറിയത്തില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഭ്രമം കൊണ്ടാണോ അതോ വിഭ്രമം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവർ ഈ ക്യാപിറ്റലിസത്തിൻ്റെ വ്യക്താക്കൾക്ക് ഇപ്പോൾ ഈ സ്വർണ്ണ ക്യാപിറ്റലിസം തുടങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. സ്വർണ്ണഭ്രമം. ആ ഭ്രമം ഉണ്ടെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ സ്വർണം വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് ജീവിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഈ വസ്ത്രങ്ങളോട് വല്ലാത്ത ഭ്രമം ഉണ്ടായിരുന്നു. വലിയ വലിയ വസ്ത്രാലയങ്ങളിൽ നിത്യ സന്ദർശകരായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്കതിലൊന്നും കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല, ഒരു സ്വകാര്യമായ കാര്യമാണ്, അതിലേക്ക് പോകണ്ട എന്ന് പറയുന്ന പോലെ ആരെങ്കിലും സ്വർണം ബാധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷേ ഈ കാലതാമസം എന്ന് പറയുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം കൊടുക്കും. ഇപ്പോൾ ഇനി നാഗേഷുണ്ട്, നാഗേഷിനെ പിടിക്കണം, ഹൈദരാബാദിലുള്ള നാഗേഷ്. ഈ സമയം നോക്കി നാഗേഷ് ഒരു പാസ്പോർട്ടും സംഘടിപ്പിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ നേപ്പാളിലേക്ക് കടന്നാൽ, പാസ്പോർട്ട് വേണ്ട അവിടെ, അതിർത്തി കടന്നാൽ സംഗതി കോംപ്ലിക്കേറ്റഡ് ആകും. കേരള പോലീസിൻ്റെ കയ്യിൽ പിന്നെ നിൽക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴേ ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുക. ഇത്രയധികം വിശ്വാസികളെ ബാധിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന കേസായതുകൊണ്ട് തീർച്ചയായിട്ടും NIA ഇതിൽ വന്നാലും തെറ്റില്ല. കാരണം വർഗീയ സംഘർഷം വരെ ഉണ്ടാകുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് തീർച്ചയായും NIA പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ആക്ഷൻ പെട്ടെന്നായിരിക്കും. ആരും അറിയില്ല, ഒരു അന്തിച്ചർച്ചയും നടക്കത്തില്ല. അതിനു മുമ്പ് നമ്മളിവരെ പിടിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്.
ആ രീതിയിലുള്ള അന്വേഷണം കേരളത്തിൽ ഒരെണ്ണത്തിനും ഉണ്ടായിട്ടില്ല. ഇ ഡിയുടെ അന്വേഷണം, കസ്റ്റംസിൻ്റെ അന്വേഷണമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെല്ലാം കമ്പനി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഇതും കണ്ടിട്ടുണ്ട്. അതെല്ലാം വളരെ സ്ലോയിലായി ഒരു തലം കഴിയുമ്പോൾ അത് ശിലമേൽ തട്ടിയ നദി പോലെ അങ്ങ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. NIA അങ്ങനല്ല. NIA ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് ആളെ അറസ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. PF കാര്യത്തിൽ ഇത് കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്തികളെല്ലാം കണ്ടുകെട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലീസിനോട് പറഞ്ഞ ഒരു ഉപദേശം കേട്ടിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? പറഞ്ഞത് അങ്ങനെ വേണ്ട, സാവകാശം പോയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത്, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ഇത്രയും വൈകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. മുഖ്യമന്ത്രി ഇരുന്ന് നിർദ്ദേശം നൽകിയാൽ പോലീസിനനുസരിച്ചേ പറ്റൂ. വാക്കാലുള്ളതൊന്നും നിങ്ങൾ അനുസരിക്കേണ്ടെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട്. പക്ഷേ സുപ്രീം കോടതിയുടെ ആ വിധി കൊണ്ടൊന്നും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പേടി മാറി കിട്ടുകയില്ല. അവർക്ക് പേടിയുണ്ട് നടപടി എന്ത് വരുമെന്ന്. സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോഴേ അതിൻ്റെ പേടി അറിയാൻ പറ്റും. കാരണം എതിരായിട്ട് പോയാൽ വലിയ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഇട്ടും അതുപോലെ തന്നെ പ്രൊമോഷൻ തടസ്സപ്പെടുത്തിയും കേന്ദ്ര കേഡറിലേക്കുള്ള മാറ്റത്തിനുള്ള NOC കൊടുക്കാതിരുന്നും തടസ്സപ്പെടുത്താൻ ഒരു ഗവൺമെൻറ്റിന് കഴിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരെ വല്ലാതെ അവരെ ബാധിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, അന്വേഷണത്തെ വല്ലാതെ ബാധിക്കും. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്ന് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അറസ്റ്റ് ചെയ്യാൻ പറ്റാൻ കാരണം എന്താ? തെളിവുകൾ 100% ഉണ്ട്. ഒരു സംശയവുമില്ലാത്ത തെളിവുകളാണ്. വൻ ചതിയാണ് അദ്ദേഹം നടത്തിയത്. സ്വന്തം മതത്തോട് തന്നെ നടത്തിയത്. എന്താ ഒരു മാപ്പും അർഹിക്കാത്ത ഒരു ശിക്ഷ, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. ഇത് തന്നെ ഈ കണ്ണികൾ നേടണം. കൽപ്പേഷിലേക്ക് പോയിട്ട് സാധാരണക്കാർക്ക് കിടന്ന് വട്ടം കറങ്ങുന്നതേ ഉള്ളൂ. ഇത് പോകണം. ഇതിൻ്റെ ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. ഇയാൾക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് പോലും ഇല്ലാത്ത ഇയാളെ സന്നിധാനത്തെ VIP ആയിട്ടും സ്പോൺസറായിട്ടും ഒക്കെ അവതരിപ്പിച്ചവരാരൊക്കെയോ, അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവരാരൊക്കെയോ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകയെ, ഇപ്പോൾ രാജീവ് ഗാന്ധി കൊലപാതകത്തിൽ തന്നെ മരകതം, ചന്ദ്രശേഖറൊക്കെ ഉണ്ടായിരുന്നു, അവരെ മുഴുവൻ പ്രതികളാക്കിയില്ലേ? അതുപോലെ അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? സ്വീകരിക്കാൻ വന്ന കമ്മിറ്റിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇപ്പോൾ തൃശ്ശൂർ അപകടം നടന്നപ്പോൾ ആ ഉത്തരവാദിത്വത്തിൻ്റെ മുനകൾ എവിടേക്കെല്ലാം പോയി? അതുപോലെ കൊല്ലത്തിനടുത്തൊരു ക്ഷേത്രത്തിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്കും പോയില്ലേ? കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ, രാജിക്ക് രാമാനം, അവിടെ നിന്നും മാറ്റിയില്ലേ? കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ലേ? അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല. അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവർ, അവരാണ് അവരുടെ കാവൽ മാലാകമാർ അമ്പലത്തിൻ്റെ. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ബബ്ബ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. പത്മകുമാറിനെ അതുപോലെ തന്നെ വാസുവിനെയും ഇത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അവർ പറയുന്നത് വിശ്വാസയോഗ്യം അല്ലെങ്കിൽ അറസ്റ്റും ചെയ്യണം. അവരിനിയും വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അവരെയും ചോദ്യം ചെയ്യണം. അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ആദ്യത്തെ ചൂടുവെപ്പ് മാത്രമേ ഉള്ളൂ. കന്നിമല അല്ലെങ്കിൽ നീലിമല കയറാനുള്ള ആദ്യത്തെ ചൂടുവെപ്പേ ആയിട്ടുള്ളൂ. ബേസ് ക്യാമ്പിൽ നിൽക്കുന്നേ ഉള്ളൂ, മുകളിലെത്തിയിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.